അമിത്ഷാ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LNJP ആശുപത്രിയിലേക്ക് അമിത്ഷാ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. LNJP ആശുപത്രിയുടെ പരിസരത്ത് ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട്, അർജുൻ പീതാംബരനുണ്ട്. അമിത്ഷാ ആശുപത്രിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ ആശുപത്രിയിലേക്ക് പോകുമെന്നുള്ളത്. വിവിധ ഇടങ്ങളിൽ ഹൈ അലർട്ടാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ, അതുപോലെ തന്നെ ബസ് സ്റ്റേഷനുകളിൽ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ സംസ്ഥാനത്തടക്കം വിവിധയിടങ്ങളിൽ ഹൈ അലർട്ടാണ്. റാൻഡം ചെക്കുകൾ, പരിശോധനകളൊക്കെ നടന്നു വരികയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആശുപത്രിയിലേക്ക്, അതിനുശേഷം അദ്ദേഹം സംഭവ സ്ഥലവും സന്ദർശിക്കും. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യം മുൾമുനയിലാകുന്ന മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്. ഉദ്വേഗജനകമാണ് കാര്യങ്ങൾ. രാജ്യ തലസ്ഥാനത്തെ ഡൽഹിയെ ലക്ഷ്യം വെച്ച് ഭീകരർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലക്ഷ്യം വെക്കുന്നുണ്ടായിരുന്നു. ഫരീദാബാദിൽ നിന്ന് 2900 കിലോഗ്രാം എക്സ്പ്ലോസീവ്സ് ആണ് പിടികൂടിയിരുന്നത്. ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം. ഇപ്പോൾ അമിത്ഷാ ആശുപത്രിയിലേക്ക് എത്തുന്നതിന്റെ, LNJP ആശുപത്രി സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അർജുൻ 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 പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. മറ്റ് ആംബിയൻസ് ആണ് കേൾക്കുന്നത്. എന്തായാലും അമിത്ഷാ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. നേരത്തെ തീ പിടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മരണസംഖ്യ 10 ആയിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എല്ലാ പോസിബിലിറ്റീസും, എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുവെന്ന് അമിത്ഷാ നേരത്തെ പറയുകയുണ്ടായി. അദ്ദേഹം ആശുപത്രി സന്ദർശിക്കുന്ന, LNJP ആശുപത്രി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 10 മരണമാണ് അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 30ഓളം പേർക്ക് പരിക്കുണ്ട്. 30ഓളം പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് നിശ്ചയമായും ആവശ്യമുണ്ട്. അതിന് ഔദ്യോഗിക സ്ഥിരീകരണം ആവശ്യമുണ്ട്. വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷണവും പരിശോധനയും നടത്തി വരികയാണ്. 4 FSL ടീമുകൾ, ഫോറൻസിക് സയൻസ് എക്സ്പേർട്സ് അടങ്ങിയിട്ടുള്ള 4 FSL ടീമുകളാണ് അവിടെ പരിശോധന നടത്തുന്നത്. NSDയും NIAയും ഉണ്ട്. എല്ലാ സാധ്യമായ വഴികളും അന്വേഷിക്കുന്നു. അതേസമയം തന്നെ കർശന സുരക്ഷയിലാണ്, അതിജാഗ്രതയിലാണ് രാജ്യമെമ്പാടും. രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ടത് ഭീകരവാദികളാണോ? അത് അന്തിമമായി പറയാറായിട്ടില്ല. പക്ഷേ എല്ലാ സൂചനകളും അവിടേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന സമഗ്ര ചിത്രം അടുത്ത മണിക്കൂറിൽ തന്നെ FSL പരിശോധനാ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ അതേ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകും.